മാതാപിതാക്കളെയും അധ്യാപകരെയും കണ്ണു തുറപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നും പുറത്തു വന്നത്. സ്കൂളിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ 2 വിദ്യാർത്ഥികളെ കാണാതായിരിക്കുന്നു. വെറുമൊരു കാണാതാവൽ കേസ് എന്നതിലപ്പുറം വളരെ ആസൂത്രിതമായി കുട്ടികൾ ചെയ്ത ചില കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസിനെയും നാട്ടുകാരെയും ഒരുപോലെ അമ്പരിപ്പിച്ചിരിക്കുന്നത്. എന്താണ് താമരശ്ശേരിയിൽ സംഭവിച്ചത്? ഗവൺമെൻറ് സ്കൂളിലെ 2 വിദ്യാർത്ഥികളെയാണ് ഇന്നലെ രാവിലെ മുതൽ കാണാതായിരിക്കുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയും +2 പഠിക്കുന്ന ഒരു ആൺകുട്ടിയുമാണ് ഇവർ. അതുപോലെ ഇന്നലെ രാവിലെയും ഇരുവരും സ്കൂളിലേക്ക് എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്നാൽ കുട്ടികൾ സമയമായിട്ടും സ്കൂളിലെത്തിയില്ല. ഇതോടെ പരിഭ്രാന്തരായ അധ്യാപകർ ഉടൻ തന്നെ മാതാപിതാക്കളെ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് രക്ഷിതാക്കൾ ഒട്ടും സമയം കളയാതെ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെയാണ് ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വന്നത്. അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് ചില നിർണായക തെളിവുകൾ ലഭിച്ചു. കാണാതായ പെൺകുട്ടിയുടെ സ്കൂൾ യൂണിഫോം സ്കൂളിന് സമീപത്തുള്ള ഒരു പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അതായത് കുട്ടി വീട്ടിൽ നിന്ന് യൂണിഫോം ഇട്ട് ഇറങ്ങിയെങ്കിലും പിന്നീട് ഈ പറമ്പിൽ വന്ന് ഡ്രസ്സ് മാറ്റി മറ്റൊരു വസ്ത്രം ധരിച്ചാണ് യാത്ര തുടർന്നത് എന്ന് വ്യക്തം. അതുപോലെ തന്നെ കാണാതായ ആൺകുട്ടിയുടെ പക്കൽ ഏകദേശം 18,000 രൂപ വിലയുള്ള ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. ആ ഫോൺ 10,000 രൂപയ്ക്ക് താമരശ്ശേരിയിലെ ഒരു മൊബൈൽ ഷോപ്പിൽ കൊണ്ടുപോയി വിറ്റതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. യാത്രക്കുള്ള പണം കണ്ടെത്താനാണ് ഫോൺ വിറ്റതെന്നാണ് പോലീസ് കരുതുന്നത്. ലഭ്യമായ വിവരങ്ങൾ വെച്ച് കുട്ടികൾ ബൈക്കിൽ വയനാട് വഴി കർണാടകയിലേക്ക് കടന്നിട്ടുണ്ടാകാം എന്ന ശക്തമായ സംശയത്തിലാണ് പോലീസ്. നിലവിൽ രക്ഷിതാക്കളുടെ പരാതിയിൽ താമരശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ ഒരു സംഭവം നമ്മുടെ മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമാണ് ഉയർത്തുന്നത്. നമ്മുടെ കുട്ടികളുടെ സൗഹൃദങ്ങളും അവരുടെ മാറ്റങ്ങളും നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ കുട്ടികളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ദയവായി പോലീസിനെ അറിയിക്കുക. പ്രിയപ്പെട്ട കുട്ടികൾ, ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ ദേഹത്ത് ഒരു മുള്ളുകൊണ്ടാൽ അത് മാതാപിതാക്കൾക്ക് ഒരിക്കലും സഹിക്കാനാകില്ല. ആ ഇടയിലാണ് നിങ്ങൾ ഇത്തരത്തിൽ അവരുടെ ഉറക്കം പോലും നഷ്ടപ്പെടുന്ന തരത്തിൽ ഇത്തരം പ്രവൃത്തി ചെയ്യുന്നത്. വിവരമില്ലാത്ത കാലത്ത് നിങ്ങൾ ചെയ്യുന്ന ഇത്തരം തെറ്റുകൾ വലിയ വിനയായിരിക്കും പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം ചെയ്തികൾ സമ്മാനിക്കുന്നത്. നിരന്തരം നമ്മൾ ഇത്തരം വാർത്തകൾ കേൾക്കുന്നു. മാതാപിതാക്കളെ ഉപേക്ഷിച്ച് എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോയ പെൺകുട്ടികളെല്ലാം പിന്നീട് ജീവിതത്തിൽ വലിയ കഷ്ടത അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, സ്വത്ത് എന്താണെന്നറിഞ്ഞോ? അത് മാതാവും പിതാവും.